ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ 1-ാം തീയതി ആരംഭിക്കുന്ന ഈ ഒരു ദൈവവചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ആരെന്ന് നോക്കാതെ ഒരു കുടുംബമായി സ്നേഹത്തോടെ ദൈവാനുഗ്രഹത്തിൽ ചേർത്ത് നിർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുകയാണ്. ഈ സമയം മുതൽ ഒരു സംശയമുണ്ടാകും, നിയോഗം എന്തു ചെയ്യണം, എങ്ങനെ അതിന്മേൽ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഈ നിയോഗങ്ങൾക്കെല്ലാം മെസ്സേജ് അയക്കാനോ സ്വീകരിക്കാനോ സാധ്യമല്ലായിരിക്കാം, പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ട്. അതിന് പകരമായി ആദ്യം തന്നെ അറിയിക്കുകയാണ്, നിങ്ങളുടെ നിയോഗം ഒരു പേപ്പറിൽ നിങ്ങൾ വ്യക്തമായി എഴുതുക. 1, 2, 3 എഴുതി അത് നിങ്ങളുടെ കൈവശം തന്നെ വയ്ക്കുക. ഒന്നുകിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലോ നിങ്ങളായി പ്രാർത്ഥിക്കാനായി വചനം കേൾക്കാനിരിക്കുന്ന സ്ഥലത്തോ ഇരിക്കുക. എന്തായാലും ഇതിനൊരു നിയോഗം വച്ചിട്ടുണ്ട്. ഈ വചനം നിങ്ങൾ കേൾക്കാൻ എഴുന്നേൽക്കുമ്പോൾ ബൈബിൾ തുറന്നു വച്ച് ഒരു ഡയറിയോ പേനയോ ഒക്കെ എടുത്ത് ആ വചനം എഴുതി ആ വചനം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഓരോ ദിവസവും കേൾക്കുന്ന ആ വചനത്തോട് ചേർത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ എഴുതിയ നിയോഗം ആ ബൈബിളിൽ വയ്ക്കുക, സൂക്ഷിക്കുക. ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്ന പോലെ അത് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, കുരിശിൻ്റെ ഒരു അടയാളം ആ നിയോഗത്തിൽ വരച്ച് നിങ്ങൾ പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കേട്ട വചനത്തിൻ്റെ ശക്തിയിൽ എൻ്റെ പ്രാർത്ഥനകൾ എനിക്ക് ദൈവം സാധിപ്പിച്ചു തരും. നിങ്ങൾ തന്നെ പറയണം. അപ്പോൾ അതെങ്ങനെ ശരിയാകും? വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്, ഈ മലയോട് വിശ്വാസത്തോടെ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും മാറാൻ നീ പറഞ്ഞാൽ, വിശ്വാസത്തോടെ ആര് പറഞ്ഞാലും അത് അതേപടി സംഭവിക്കും. ഞാൻ കുറവുള്ള ആളാണ്, ബലഹീനതയുള്ള ആളാണ്, യോഗ്യതയില്ലാത്ത ആളാണ്, സത്യം അത് അങ്ങനെയൊക്കെ ആയിക്കൊള്ളട്ടെ. പക്ഷേ വിശ്വാസത്തിൽ ഈ നിയോഗത്തെ ഏറ്റെടുത്ത് നിങ്ങൾ വിശ്വാസത്തോടെ ആ നിയോഗത്തെ നോക്കി പറയുമ്പോൾ ദൈവത്തിൻ്റെ കരം ആ വിഷയത്തിൽ വെളിപ്പെട്ടിരിക്കും. വിശ്വാസത്തോടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ലക്ഷക്കണക്കിന് നിയോഗങ്ങളുണ്ട്. അതെല്ലാം ഒരാൾക്ക് വേണ്ടി ഒരാളല്ല പ്രാർത്ഥിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കും. ദൈവവചനത്തിൻ്റെ ഒരു ചലനം ഈ ലോകത്ത് സംഭവിക്കാൻ പോവുകയാണ്. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ലഭിച്ച പ്രചോദനമാണ്. എന്നറിയാമോ? പ്രചോദനം ഇത് ഫലദായകത്വമുള്ളതും ശക്തിയുള്ളതുമായി മാറുന്നു. അതുകൊണ്ട് ഒത്തിരി പേർക്ക് അറിയത്തില്ല ഈ ശുശ്രൂഷ എങ്ങനെ കിട്ടും, എവിടെ കിട്ടും, എങ്ങനെ കാണാൻ പറ്റും. ഒത്തിരി സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഇത് ദൈവ പദ്ധതിയുടെ ശുശ്രൂഷ ആയതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും പള്ളിയിലെ ഗ്രൂപ്പിനും ദൂരെയുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കണം. കാരണം നിങ്ങൾ അയച്ചു കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം അവരുടെ മുറിവിൽ, വേദനയിൽ ഒരാശ്വാസവും വിടുതലുമായി മാറുന്നു. ഒരാൾക്കൊരു വചനം അയക്കുമ്പോൾ ചിലർ പറയും, ഓ നിങ്ങൾ വലിയ പുണ്യാളന്മാരായോ, അങ്ങനെ കളിയാക്കലൊക്കെ വരും. ആ കളിയാക്കലുകളല്ല ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ദൈവപദ്ധതിയുടെ ഒരു ശുശ്രൂഷ ചെയ്യുവാണ്. ദൈവത്തിൻ്റെ വചനമാണ്. ഇവിടെ ആരും വലുതാവുകയോ ചെറുതാവുകയോ ചെയ്യുകയല്ല. നമ്മൾ ദൈവത്തിൻ്റെ ആ വചനത്തെ, ദൈവ സാന്നിധ്യത്തെ ഏറ്റവും വലുതായി കാണുകയാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങളും ഇതൊരു 10 പേർക്ക്, 100 പേർക്ക്, 1000 പേർക്ക്, 2000 പേർക്ക് ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളും ദൈവ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്, ഈ ദൈവ പദ്ധതിയുടെ ഭാഗമാകുന്നു. മറക്കരുത്. അതോടൊപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം. സക്കേവൂസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. ഒരു മരത്തേൽ കയറി. യേശു അവനെയും അവൻ്റെ വീടിനെയും രക്ഷിക്കാൻ യേശു ആ വ്യക്തിയുടെ വീട്ടിൽ വന്നു. അങ്ങനെ ഞാൻ ചെയ്യുന്നൊരു കുഞ്ഞു കാര്യമായിരിക്കും. എൻ്റെ ഭവനത്തിൽ യേശു വന്ന് എന്നെ രക്ഷിക്കുന്ന സമയമാണ്. എൻ്റെ ഭവനത്തിൽ, എൻ്റെ പ്രാർത്ഥനാമുറിയിൽ എഴുതിയിട്ടിരിക്കുന്ന യോഗങ്ങളിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കണം. നമ്മൾ 1-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്ന 1000-കണക്കിന് 10,000-കണക്കിന് നിയോഗത്തോടെ പങ്കെടുക്കുന്ന എല്ലാവരെയും ചേർത്ത് വച്ച് അവരുടെ നിയോഗത്തിന് വേണ്ടി നമ്മൾ പരസ്പരവും പ്രാർത്ഥിക്കുകയാണ്. 31 ദിവസം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കി നമ്മൾ പറയും,
ഒരു സാക്ഷ്യം പറയും, ഇത് ദൈവ പദ്ധതിയായിരുന്നല്ലോ, ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നല്ലോ, ഇത് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കാരണമായല്ലോ എന്ന് പറയാൻ ഇടവരും. കാരണം ഇത് പരിശുദ്ധാത്മാവ് ശക്തമായി ഏറ്റെടുത്തു. നമ്മളൊരു കത്ത് ഒരു ഓഫീസിൽ കൊടുക്കുമ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ട് തരില്ലേ, അതുപോലെ നമ്മളൊരു ശുശ്രൂഷ ലോകത്തിലേക്ക് ഇങ്ങനെ കൊടുത്തപ്പോൾ ദൈവം അത് ഒപ്പിട്ട് സ്വീകരിച്ചതിൻ്റെ അടയാളമാണ് ഈ പ്രാർത്ഥനയിൽ ലക്ഷങ്ങൾ കാണാനിടയായി, പ്രാർത്ഥിക്കാൻ തയ്യാറായി എന്നുള്ളത്. സ്വർഗം ഇത് അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സാധിക്കുന്നിടത്തോളം ആളുകളെ പങ്കെടുപ്പിക്കണം, എല്ലാവരോടും പറയണം, ആ വചനത്തിലൂടെ അവരുടെ ജീവിതം തൊടാൻ പരിശുദ്ധാത്മാവ് ഇടപെടാൻ ദൈവം അവരെ ഏറ്റെടുക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് 1-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബൈബിൾ തുറന്നു വെച്ച് പ്രാർത്ഥനയോടെ നമുക്ക് വചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 3-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്. ഒന്ന് എഴുതി വച്ച് ആ വചനത്തിലേക്ക് ജീവിതം ഒന്ന് സമർപ്പിച്ച്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. ദൈവത്തിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. ഏതു പാത, ഏതു വഴി, എങ്ങോട്ടുള്ള വഴി? എങ്ങോട്ടുള്ള വഴിയാണ്? ദൈവത്തിന് എൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള വഴി ഒരുക്കുക. ദൈവത്തിന് എൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള പാതകളെ നേരെയാക്കുക. ചിലർ ചോദിച്ചു, എന്താണ് ഈ 31 ദിവസം പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രത്യേകത? ഇതാണ് പ്രത്യേകത. ദൈവത്തിന് എൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള വഴികൾ ഒരുക്കുന്ന കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. ദൈവത്തിന് എൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള പാതകളെ ഒരുക്കുന്ന സമയമാണ്. അങ്ങനെയെങ്കിൽ ഈ വചനം ഒന്ന് എഴുതി വച്ച് ഈ വചനത്തിലേക്കൊന്ന് കൊടുത്ത് ഈ 1-ാം തീയതി തന്നെ ദൈവത്തിന് എൻ്റെ പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് ഇറങ്ങി വരാനുള്ളൊരു വഴി ഒരുങ്ങുകയാണ്. നിൻ്റെ ഭവനത്തിലേക്ക്, നിൻ്റെ നിയോഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങാനുള്ളൊരു പാത നേരെയാകാൻ പോകുകയാണ്. ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് ഈ വചനം വിശ്വാസത്തിൽ ഏറ്റെടുക്കുമ്പോൾ ഇതാ നിങ്ങൾക്കുള്ള വഴികളെ കുറച്ചുകൂടെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ ദൈവത്തിൻ്റെ വഴികളെ ആദ്യം ഒരുക്കുക. നിൻ്റെ ജീവിതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ പാതകൾ ഒരുങ്ങുന്നൊരു സമയമാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു വഴി ഒരുങ്ങുന്നു. ദൈവത്തിന് നിൻ്റെ ആവശ്യങ്ങളിലേക്കും നിയോഗത്തിലേക്കും വരാനുള്ള ഒരു പാത നേരെയാകുന്ന സമയമാണ്. അത് വിശ്വാസത്തിൽ കണ്ടേ. അങ്ങനെ സംഭവിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 3-5 വാക്യം ഒന്ന് കേൾക്കുകയാണ്. 3-ാമത്തെ വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാലമായ വീഥി ഒരുക്കുവിൻ. കണ്ടോ, ഒരുക്കാൻ പറഞ്ഞു. ഒരുങ്ങട്ടെ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും പ്രാർത്ഥനാ ജീവിതം എല്ലാം ഒരുങ്ങട്ടെ. നിങ്ങളുടെ കുടുംബം ഒരുങ്ങട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളി ഒരുങ്ങട്ടെ, നിങ്ങളുടെ മക്കൾ ഒരുങ്ങട്ടെ. നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ആത്മീയമായി ഈ വചനവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ഒരുക്കം ഇപ്പോൾ സംഭവിക്കാൻ ഇടവരട്ടെ. അടുത്ത വാക്യം ഇങ്ങനെയാണ് ഒരുങ്ങുമ്പോൾ. 4-ാമത്തെ വാക്യം, താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് താഴ്വരയാണ്, ഇപ്പോൾ ഉള്ളത് മലകളും കുന്നുകളുമാണ്, പിന്നീടുള്ളത് വലിയ കുഴികളാണ്, ദുർഘട പ്രദേശമാണ്. ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ദൈവത്തിനൊരു വഴി ഒരുക്കുമ്പോൾ എന്താ സാഹചര്യത്തിൽ വരുന്ന മാറ്റം എഴുതിയിരിക്കും. താഴ്വരയാണോ ഇപ്പം, അത് നികത്തപ്പെടും. മലകളും കുന്നുകളുമാണോ കാണുന്നത്, അതൊക്കെ മലകളും കുന്നുകളും താഴ്ത്തപ്പെടും. കുന്നും കുഴിയുമായ സ്ഥലമാണോ ഉള്ളത്, അത് നിരപ്പാകും. ഇനി ദുർഘടം പിടിച്ചൊരു അവസ്ഥയാണോ, അത് സമതല പ്രദേശം പോലെയാകും. എന്നിട്ട് അടുത്ത വാക്യം ഇങ്ങനെയാണ്, കർത്താവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടും. അപ്പോൾ ദൈവത്തിന് വഴി ഒരുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, മക്കളിലേക്ക്, എൻ്റെ കുടുംബ സാഹചര്യങ്ങളിലേക്ക്
ദൈവത്തിൻ്റെ വഴി ഒരുങ്ങുമ്പോൾ എന്തെല്ലാം നടക്കും? ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ഇന്ന് നിങ്ങൾക്ക് ഈ 1-ാം തീയതി തന്നെ പറയാനിടവരട്ടെ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ചുമ്മാതാണോ? പെട്ടെന്ന് കൈ കഴുകി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഭക്ഷണം വിളമ്പിയത് അത് എൻ്റെ വയറ് നിറഞ്ഞു എന്ന് പറയുന്ന ലാഘവത്തിലാണോ? കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? താഴ്വരകൾ നികത്തപ്പെടും. താഴ്വരയായിരുന്നു, പറയില്ലേ, ഞാൻ വലിയൊരു പ്രശ്നത്തിൻ്റെ താഴ്വരയിലാണ്, ഞാൻ രോഗത്തിൻ്റെ താഴ്വരയിലാണ്. അതൊക്കെ മാറും. ദൈവത്തിൻ്റെ മഹത്വം വരുമ്പോൾ ആ താഴ്വരകൾ നികത്തപ്പെടും. അടുത്ത വാക്യമാണ്, മലകളും കുന്നുകളും. ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളിലേക്ക് ഇങ്ങനെ മുന്നോട്ട് നോക്കുമ്പോൾ അവിടെ മുഴുവൻ വലിയ പ്രശ്നങ്ങൾ, മലകളും കുന്നുകളും. ഇതൊക്കെ ഞാൻ കയറി ഇറങ്ങി എൻ്റെ ആയുസ് മുഴുവൻ തീരുള്ളൂ, എനിക്കൊന്നും ഇവിടെ നിന്ന് എത്താൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ ഏതു പ്രശ്നത്തെ, പ്രതിസന്ധിയെ നോക്കിയാണോ പറഞ്ഞത്, അതിനെ നോക്കിയിട്ട് പറയുന്നു, മലകളും കുന്നുകളും താഴ്ന്ന് നിരപ്പാകും, താഴ്ത്തപ്പെടും. അടുത്ത കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ. കുന്നും കുഴിയും ഭയങ്കര പ്രശ്നങ്ങൾ, കുന്നും കുഴിയും. നമ്മൾ പറയില്ല, ഒരു വണ്ടി ഓടിച്ചു പോകാൻ തന്നെ എന്ത് പാടാ, കുണ്ടും കുഴിയുള്ള ഒരു സ്ഥലത്തൂടെ. അപ്പോൾ ജീവിതവും ഇതുപോലൊക്കെ പോകുമ്പോൾ, ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ തന്നെ നമ്മൾ അതിൽ ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കാറുണ്ട്. അങ്ങനെങ്കിൽ കുന്നും കുഴിയുമായ ജീവിത സാഹചര്യങ്ങളെ നേരിട്ട് പോകുമ്പോഴോ ബൈബിൾ പറയുന്നു, വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, കുന്നും കുഴികളും ഒക്കെയാണോ സാരമില്ല, അതൊക്കെ നിരപ്പാകും. ദുർഘട പ്രദേശം, ദുർഘടം പിടിച്ചൊരവസ്ഥയാണോ, അത് സമതലമാകും. അതിനെല്ലാം എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക്, നിങ്ങളുടെ നിയോഗങ്ങളിൽ, നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള ദൈവവഴി ഒരുക്കുന്ന നാളുകളാണ്. എന്തിനാണ് ഈ 31 ദിവസം പ്രാർത്ഥിക്കുന്നത്? എന്താണ് എൻ്റെ നിയോഗം, ഈ ശുശ്രൂഷയുടെ നിയോഗം? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വഴികളെ, അനുഗ്രഹത്തെ ഒരുക്കി തരിക. ദൈവത്തിൻ്റെ വഴി, എൻ്റെ ജീവിതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വഴി ഒരുക്കണം. എന്നാൽ ഇനി ആദ്യ ദിവസം തന്നെ പറയട്ടെ, ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും ആ പ്രാർത്ഥനയിലുണ്ട്. നിങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക, ഈ വചനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന 3 നിയോഗങ്ങളുടെ കാര്യങ്ങളില്ലേ, ആ 1, 2, 3, എന്നിട്ട് ഇന്ന് കേട്ട ആ വചനത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ആ നിയോഗത്തെ ഒന്ന് സമർപ്പിച്ച് ആ നിയോഗത്തെ ദൈവകരങ്ങളിൽ കൊടുത്തേ. കുന്നും മലയും ഒക്കെ തോന്നുന്നു മുന്നിൽ നോക്കുമ്പോൾ, പക്ഷെ അതൊക്കെ സമതലം പോലെയാകും, ദുർഘടം പോലെ അതൊക്കെ മാറും. എല്ലാ പ്രശ്നങ്ങളിലും മാറ്റം വരും. എപ്പോൾ? ദൈവത്തിൻ്റെ വഴി ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടും. നിങ്ങൾ തന്നെ ഈ വചനത്തെ ഒന്ന് കണ്ടുകൊണ്ട്, തുറന്ന ദൈവവചനത്തിൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് ആ വചനത്തിലേക്ക് നിങ്ങൾ ജീവിതം കൊടുത്തേ, കുടുംബത്തെ കൊടുത്തേ, ജീവിത പങ്കാളി, മക്കൾ, ശുശ്രൂഷ, ഏത് ജീവിത അന്തസ്സിൽ ജീവിക്കുന്നവരാണെങ്കിലും ഈ വചനത്തിലേക്ക് ജീവിതം കൊടുത്ത്, ജീവിതത്തെ കൊടുത്ത്, കർത്താവേ അങ്ങയുടെ മഹത്വം, ഈ വചനത്തിൽ പറഞ്ഞ ആ മഹത്വം ഈ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ, ഇതിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളിൽ അവർ സമർപ്പിച്ച ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ സമർപ്പിച്ച നിയോഗങ്ങളിൽ ആ ദൈവ മഹത്വം വെളിപ്പെടാനിടവരട്ടെ. ദൈവമഹത്വം വെളിപ്പെടട്ടെ. ദൈവമഹത്വം വെളിപ്പെടും. നിങ്ങൾ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ 31 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗം അത് നിങ്ങൾ തന്നെ ഒരു കടലാസിൽ എഴുതി നിങ്ങൾ ആ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കൊണ്ടുവരണം. എന്നിട്ടത് കൈകളിൽ വെച്ച് വേണം ഈ വചനങ്ങൾ വായിക്കാൻ, ആ വചനം കേൾക്കാൻ, ആ വചനത്തിൽ സമർപ്പിക്കാൻ. എന്നിട്ട് പറയണം, ഈശോയുടെ നാമത്തിൽ ഇന്ന് കേട്ട വചനത്തിൽ എൻ്റെ നിയോഗത്തെ 1, 2, 3 എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ വ്യക്തിപരമായ നിയോഗത്തെ, എൻ്റെ കുടുംബ സന്തോഷമാകണം, എനിക്ക് കുറച്ചുകൂടെ വിശ്വാസത്തിൽ വളരണം, ആത്മാവിൽ ബലപ്പെടണം, എനിക്ക് വചനത്തിൽ ജീവിതം തുടങ്ങാൻ കഴിയണം, വഴിതെറ്റി എൻ്റെ മക്കൾ തിരിച്ചു വരണം, എൻ്റെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷമുള്ള ഒരു അന്തരീക്ഷത്തെ ബലപ്പെടുത്താൻ ഇടവരണം, എനിക്ക് ആത്മാവിൽ നിറയാൻ ഇടവരണം, എനിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ ഇടവരണം, എനിക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ ഇടവരണം, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടണം, തിന്മ പരാജയപ്പെടണം, അന്ധകാര ശക്തികൾ തൂത്തെറിഞ്ഞ് തകർന്ന് ഇല്ലാതായി പോകണം, എൻ്റെ ദൈവത്തിൽ എനിക്ക് ആ അനുഗ്രഹം പ്രാപിക്കാൻ ഇടവരണം. പ്രാർത്ഥിക്കുക. ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ 1-ാം തീയതി ജീവിതം വചനത്തിലൂടെ ആരംഭിച്ച എല്ലാ കുടുംബങ്ങളെയും
ഈ വചനത്തിലൂടെ സമർപ്പിച്ചേൽപ്പിക്കുന്നു. നിങ്ങൾ ഇന്നത്തെ ദിവസം നടക്കുമ്പോഴും എടുക്കുമ്പോഴും ഈ വചനം മനസ്സിൽ ഓർത്തോണ്ട് ആ വചനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. 2 വചനങ്ങൾ കണ്ടു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം, യെശയ്യാ 40-ാം അധ്യായം 3, 4, 5. പ്രശ്നങ്ങൾ മാറും, പ്രതിസന്ധികൾ മാറും. പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദൈവം സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും നിങ്ങൾക്ക് നൽകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹത്തിൻ്റെ ചില അടയാളപ്പെടുത്തലുകൾ സംഭവിക്കട്ടെ. പ്രാർത്ഥിച്ച നിയോഗങ്ങൾ, ആ നിയോഗങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൽ നിന്നുള്ള സൗഖ്യം, ദൈവത്തിൽ നിന്നുള്ള അഭിഷേകം അവിടെ വെളിപ്പെടുന്നതിന്, ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുകയാണ്. നാളെ 2-ാമത്തെ ദിവസമാണ്. അറിഞ്ഞിട്ടില്ലാത്തവരെ എല്ലാവരെയും ഒരാളുടെ ദൈവവചന ശുശ്രൂഷയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും വചനം പ്രസംഗിക്കാൻ യേശു പറഞ്ഞില്ലേ? നമുക്കിന്ന് നമ്മുടെ സാഹചര്യത്തിൽ, ഈ വളരുന്ന ലോകത്തിൽ, നമ്മുടെ കൈകളിൽ, നമ്മുടെ മുറിയിലിരുന്ന് നമുക്ക് ലോകത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, പള്ളിയിലുള്ളവർക്ക്, കൂട്ടായ്മയുള്ളവർക്കെല്ലാം ഈ വചനം അയച്ചു കൊടുത്ത് ഇത് കേൾക്കണം, ഈ വചനത്തിലൊന്ന് സമർപ്പിക്കണമെന്ന് പറയാൻ പറ്റും. അങ്ങനെ അതും ഒരു സുവിശേഷ വേലയാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സുവിശേഷ വേലയാണ്. നിങ്ങളത് ചെയ്യുക. അതിൻ്റെ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് വരും. നാളത്തെ ദിവസം 2-ാമത്തെ ദിവസമാണ്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വരണം, വചനം കേൾക്കണം, ആ വചനത്തിൽ സമർപ്പിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഈ 1-ാം ദിവസം തന്നെ വെളിപ്പെടാൻ തുടങ്ങട്ടെ. ദൈവത്തിൻ്റെ ശക്തി അറിയാനും അനുഭവിക്കാനും കഴിയട്ടെ. ഈശോയുടെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.